ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 3 ആണ്. എ പ്രയർ ഫോർ മൈ ഡോട്ടർ WB ഈറ്റ്സിൻ്റെയാണ്. അപ്പോൾ ടൈറ്റിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും, പ്രയർ എന്ന് പറഞ്ഞത് പ്രാർത്ഥന, ആർക്ക് വേണ്ടി? തൻ്റെ മകൾക്ക് വേണ്ടി. ഇപ്പോൾ തൻ്റെ മകൾക്ക് വേണ്ടി യുദ്ധവും ഒക്കെ ഉള്ള വേൾഡ് വാറുകൾ, എന്താ പറയുക, മഹായുദ്ധം നടക്കുന്ന സമയത്ത് മകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന, ഒരു പോത്തിൻ്റെ രൂപത്തിൽ. അതാണ് കേട്ടോ WB ഈറ്റ്സിൻ്റെ എ പ്രയർ ഫോർ മൈ ഡോട്ടർ എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാൻസ 1 കിടക്കാം. വൺസ് മോർ ദ സ്റ്റോം ഈസ് ഹോളിങ് ആൻഡ് ഹാഫ് ഹിഡ്. അപ്പോൾ ഇവിടെ സ്റ്റോം ഈസ് ഹോളിങ് എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പകുതി കഴിഞ്ഞു കൊടുങ്കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് യുദ്ധമാണ് കേട്ടോ. അണ്ടർ ദീസ് ക്രാഡിൽ ഹുഡ് ആൻഡ് കവർ ലിഡ്. മകളെ എവിടെ കിടക്കുന്നത്? തൊട്ടിൽ കിടക്കുകയാണ്. ക്രാഡിൽ എന്ന് പറഞ്ഞാൽ തൊട്ടിൽ. മൈ ചൈൽഡ് സ്ലീപ്സ് ഓൺ. എൻ്റെ കുട്ടി ഉറങ്ങുന്നു. ദർ ഈസ് നോ ഒബ്സ്റ്റാക്കിൾ. ഒരു തടസ്സവും ഇല്ല. ബട്ട് ഗ്രിഗറീസ് വുഡ് ആൻഡ് വൺ ബെയർ ഹില്ല് വേർ ബൈ ദ ഹൈ സ്റ്റാക്ക് ആൻഡ് റൂഫ് ലെവലിംഗ് വിൻഡ്. കാറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ യുദ്ധത്തിൻ്റെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ബ്രെഡ് ഓൺ അറ്റ്ലാന്റിക് ക്യാൻ ബി സ്റ്റേഡ് ആൻഡ് ഫോർ ആൻ അവർ ഐ ഹാവ് വാക്ക്ഡ് ആൻഡ് പ്രേയ്ഡ്. ഇപ്പോൾ 1 മണിക്കൂറോളം ഞാൻ നടന്നു പ്രാർത്ഥിച്ചു എന്ന് പറയാണ്. ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് ഗ്ലൂം ദാറ്റ് ഈസ് ഇൻ മൈ മൈൻഡ്. അദ്ദേഹം പ്രാർത്ഥന നടത്തി മകൾക്ക് വേണ്ടിയിട്ട്. കാരണം ഗ്ലൂം എന്ന് പറഞ്ഞാൽ എന്താ? സങ്കടം. എൻ്റെ മനസ്സിൽ അത്രയും സങ്കടം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റാൻസ 1 എന്താ അർത്ഥമാണ്. ദ പോം, നമ്മൾ പഠിക്കാൻ പോകുന്ന പോം എ പ്രയർ ഫോർ മൈ ഡോട്ടർ ഓപ്പൺ ചെയ്യുന്നത് ഒരു ഇമേജുമായിട്ടാണ്. ഒരു കുട്ടി ഉറങ്ങുകയാണ്. എവിടെ ഉറങ്ങുന്നത്? ക്രാഡിൽ, തൊട്ടിലാണ്. ഹാഫ് ഇഡൻ ബൈ ഇറ്റ്സ് ഹുഡ്, അതായത് ഇങ്ങനെ പുതച്ചിട്ടൊക്കെ ഉണ്ട്. ദ ചൈൽഡ് സ്ലീപ്പ് ഇന്നസെൻ്റ്ലി, വളരെ നിഷ്കളങ്കമായിട്ട് കുട്ടി ഉറങ്ങുകയാണ്. പുറത്ത് എന്താണ്? ഹോളിംഗ് സ്റ്റോം, കാറ്റുണ്ട് ഔട്ട്സൈഡ്. ബട്ട് യെസ് ഈറ്റ്സ് കുഡിൻ സെറ്റിൽ ഡൗൺ ഡ്യൂ ടു ദ സ്റ്റോം ഇൻസൈഡ്. പക്ഷേ ഈ പുറത്താണ് കാറ്റെങ്കിലും അതുപോലെ തന്നെ ഈ WB ഈറ്റ്സിൻ്റെ മനസ്സിലും ഒരു കൊടുങ്കാറ്റുണ്ടെന്ന് പറയാണ്. ദ സ്റ്റോം ഹോളിംഗ് സിംബലൈസസ് ദ ഡിസ്ട്രക്ഷൻ മെൻഷൻ ബൈ ദ പോയറ്റ് ഇൻ ഹി സെക്കൻഡ് കമ്മിങ്. സോ ഇവിടെ ആ ഒരു കൊടുങ്കാറ്റായിട്ട് ഉദ്ദേശിക്കുന്നത് നാശനഷ്ടങ്ങളെയാണ്. സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കവിതയിൽ തന്നെ അദ്ദേഹം ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. ദ വിൻഡ് ബ്രെഡ് ഇൻ ദ അറ്റ്ലാന്റിക് ഹാസ് നോ ഒബ്സ്റ്റാക്കിൾസ്. തടസ്സങ്ങളില്ല എന്ന് പറയാണ്. എക്സെപ്റ്റ് ദ എസ്റ്റേറ്റ് ഓഫ് ലേഡി ഗ്രിഗറി റെഫറിങ് ടു ദ പോയിറ്റ്സ് പൈട്രസ് ആൻഡ് ബെയർ ഹിൽ. ഇവിടെ ലേഡി ഗ്രിഗറിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഓഫ് ദ വിൻഡ് മീനിങ് ദ ഫോഴ്സ് ഓഫ് ഔട്ട്സൈഡ് വേൾഡ്. സോ ഇവിടെ വിൻഡിനെ കുറിച്ച് പറയുമ്പോൾ പുറമേയുള്ള ആ ഒരു ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ഫോഴ്സ് എങ്ങനെ തന്നെ മകളെ ബാധിക്കും. എസ്പെഷ്യലി ഓൺ ഹിസ് ഡോട്ടർ വറീസ് ദ പോയിറ്റ്. അപ്പോൾ ലോകത്ത്, അതായത് അത്രയും പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുകയാണ്. അപ്പോൾ അത് തൻ്റെ മകളെ എങ്ങനെ ബാധിക്കും എന്നാലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് ആർക്ക്? നമ്മുടെ പോയിറ്റിന്. ബിക്കോസ് ഓഫ് ദിസ്, അതുകൊണ്ട് ഗ്രേറ്റ് ഗ്ലൂം, ഒരുപാട് സങ്കടം, ടെൻഷൻ അദ്ദേഹത്തിന് വരികയാണ്. ഹി വാക്ക്ഡ്, അദ്ദേഹം നടക്കുന്നു. ആൻഡ് പ്രേയ്ഡ്, പ്രാർത്ഥിക്കുന്നു. ഫോർ ഹിസ് ഡോട്ടർ, മകൾക്കായിട്ട്. ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഫിസിക്കൽ സ്റ്റോം, അവളെ എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്, പുറമെ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും. ആൻഡ് ദ പൊളിറ്റിക്കൽ സ്റ്റോം, ശരിക്കുള്ള കൊടുങ്കാറ്റ് മാത്രമല്ല രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണം. അയർലാൻഡിൽ അത്രയും പ്രശ്നങ്ങളാണ് നടക്കുന്നത്, അതിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സ്റ്റാൻസ 2 എന്താ പറയുന്നത്? ഐ ഹാവ് വാക്ക്ഡ് ആൻഡ് പ്രേയ്ഡ് ഫോർ ദിസ് യങ് ചൈൽഡ് ആൻഡ് അവർ. ഞാൻ നടന്നു 1 മണിക്കൂറോളം ഈ ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആൻഡ് ഹേർഡ് ദ സീ വിൻഡ് സ്ക്രീം. ആ സമയത്ത് ഞാൻ കടലിൽ കാറ്റ് അലറുന്ന ശബ്ദം കേട്ടു എന്ന് പറയണം. അപ്പോൺ ദ ടവറിൽ. ആൻഡ് അണ്ടർ ദ ആർച്ചസ് ഓഫ് ദ ബ്രിഡ്ജിൽ, പാലത്തിൻ്റെ അവിടെ. ആൻഡ് സ്ക്രീം, അലർച്ചകൾ തന്നെ. ഇൻ ദ എയിംസ് അബൌവ് ദ ഫ്ലഡഡ് സ്ട്രീമൊക്കെ, അരുവിയൊക്കെ എന്തായി? വെള്ളപ്പൊക്കമായി. ഇമാജിൻ ഇൻ എക്സൈറ്റഡ് റെവറി എന്ന് പറയാണ്. ദാറ്റ് ദ ഫ്യൂച്ചർ ഇയേഴ്സ് ഹാസ് കം. അപ്പോൾ ഇനി വരാൻ പോകുന്ന വർഷങ്ങളെക്കുറിച്ച് പറയാണ്. ഡാൻസിങ് ടു എ ഫ്രൻസിഫൈഡ് ഡ്രം ഔട്ട് ഓഫ് ദ മർഡറസ് ഇന്നസെൻസ് ഓഫ് ദ സീ. കടലിൻ്റെ ഒരു മർഡറസ് എന്ന് പറഞ്ഞൊരു കൊലപാതകം അല്ലെങ്കിൽ നിഷ്കളങ്കത. മർഡറസ് ഇന്നസെൻസ് എന്ന് പറയുമ്പോൾ ഓക്സിമറോണാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ അതായത് 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത് വരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റാൻസിൽ എന്താ പറയുന്നത്? എ പ്രയർ ഫോർ മൈ ഡോട്ടർ ഈറ്റ്സ് വറീസ് അബൌട്ട് ദ ഫ്യൂച്ചർ ആർ ഫർദർ എക്സ്പ്ലെയിൻഡ്. ഭാവിയെക്കുറിച്ച്, തൻ്റെ മകളുടെ ഭാവിയാണെങ്കിലും അയർലാൻഡിൻ്റെ ഭാവി എന്തായിരിക്കും എന്നതും 2 രീതിയിലെടുക്കാം. ഒരു പക്ഷേ തൻ്റെ മകളുടെ ഭാവി ഉദ്ദേശിക്കുന്നതാവാം, അല്ലെങ്കിൽ അയർലാൻഡ് തന്നെയായിരിക്കാം ഇവിടെ മകളെയായിട്ട് കാണുന്നത്. അപ്പോൾ അയർലാൻഡിൻ്റെ ഭാവിയെ കുറിച്ചിട്ടും അദ്ദേഹം ടെൻഷനാവുന്നു. ഹി ഹിയേഴ്സ് ദ സീ സ്ക്രീമിങ് അപ്പോൺ ദ ടവർ. അവിടെ ഒരു കടലിലൊരു അലർച്ച അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഇത് വരാനിരിക്കുന്ന അപകടത്തിൻ്റെ സൂചനയായിട്ടാണ്. അതായത് രാഷ്ട്രീയ പ്രശ്നങ്ങളും യുദ്ധവും കാര്യങ്ങളൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ എവിടെയൊക്കെയാണ് അലർച്ച കേൾക്കുന്നത്? അണ്ടർ ദ ബ്രിഡ്ജ്, അബവ് ദ ഫ്ലഡഡ് സ്ട്രീം. ഇനി
ഒരു ഓണോമറ്റോപിയ വാക്കാണ്. സ്ക്രീം എന്ന് പറയുമ്പോൾ എന്താ, അതിൻ്റെ സ്ക്രീം അർത്ഥവുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ ഓണോമറ്റോപിക് ആയിട്ടുള്ളൊരു വാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഫ്ലഡഡ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ, അരുവി ഇങ്ങനെ വെള്ളപ്പൊക്കം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അത് എന്തിൻ്റെ പ്രതീകമാണ്? ടെൻഷൻ കൊണ്ട് ആരുടെ മനസ്സ് നിറയെ ടെൻഷനാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. പോയിറ്റിൻ്റെ മനസ്സ് നിറയെ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഉത്കണ്ഠയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ആർക്കുള്ള ഉത്കണ്ഠ? ഫോർ ഹിസ് ഡോട്ടർ, മകളോട്. ഓൾസോ ഇസ് റെഫേഴ്സ് ടു ദ ഗ്രേറ്റ് ഫ്ലഡ് ഇൻ ബൈബിൾ. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ബൈബിളിൽ പറഞ്ഞ ഒരു വെള്ളപ്പൊക്കമാണ് ഇവിടെ റെഫറൻസ് കൊടുത്തതെന്നും പറയാം. ഭയങ്കര ഒരു ഹോണ്ടിങ് ഫിയർ ഉണ്ട്, ഭയമുണ്ട് അദ്ദേഹത്തിന്. ഹി ഇമാജിൻസ്, അദ്ദേഹം സങ്കല്പിക്കുന്നു, ഫ്യൂച്ചർ കമ്മിങ് ഔട്ട് ഓഫ് ദ സീ, അതായത് ഭാവി ആ ഒരു കടലിൽ നിന്ന് വരുന്നു. ആൻഡ് ഡാൻസസ്, അത് ഡാൻസ് ചെയ്യുന്നു. ടു ദ ഫ്രൻസീസ്, ഡ്രം ഉപയോഗിച്ച്. റെഫറിങ് ടു ദ വാർ ആൻഡ് ബ്ലഡ് ഷെഡ്. ഇത് രണ്ടും ഇവിടെ കാണിക്കുന്നത്, അതായത് കടലിൽ നിന്ന് ഭാവി വരുന്നു, അത് ഡാൻസ് ചെയ്യുന്നു, ഡ്രം ഉപയോഗിക്കുന്നു എന്നൊക്കെ കാണിക്കുന്നത്. വരാൻ പോകുന്ന യുദ്ധം, ബ്ലഡ് ഷെഡ്, രക്തച്ചൊരിച്ചിലൊക്കെയാണ്. ലാസ്റ്റ് ലൈനിൽ പോയിട്ട് എംപ്ലോയ് ചെയ്യുന്ന ഒരു പാരഡോക്സ് ഉണ്ട്, മഡേർണിയസ് ഇന്നസെൻസ്. ടോട്ടലായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. മഡേർണിയസ് ആയിട്ടുള്ള ഇന്നസെൻസ് ടു കോൺട്രാസ്റ്റ് ദ വേൾഡ് ആൻഡ് ഹിസ് ഡോട്ടർ, വിച്ച് ഓൾസോ റീകോൾസ് ഇമേജസ് ഓഫ് ബ്ലഡഡ് ഡ്രം ടൈഡ് ഇൻ ദ സെക്കൻഡ് കമ്മിങ്. എന്താ മഡേറിയസ് ഇന്നസെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെ മഡേർണിയസ് എന്ന് പറഞ്ഞാൽ കൊലപാതകം, അത് നെഗറ്റീവ് കാര്യമാണ്. ഇന്നസെൻസ് മകളുടെ നിഷ്കളങ്കതയാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ്, ഒരു എന്താ പറയുക, ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പാരഡോക്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി സ്റ്റാൻസ 3 എന്താ പറയുന്നത്? മേ ഷീ ബി ഗ്രാൻഡഡ് ബ്യൂട്ടി ആൻഡ് യെറ്റ് നോട്ട് ബ്യൂട്ടി ടു മേക്ക് എ സ്ട്രേഞ്ചേഴ്സ് ഐ ഡിസ്ട്രോട്ട് ഓർ ഹെർ ബിഫോർ എ ലുക്കിംഗ് ഗ്ലാസ് ഓർ ഫോർ സച്ച് ബീയിങ് മെയ്ഡ് ബ്യൂട്ടിഫുൾ ഓവർ മച്ച് കൺസിഡർ ബ്യൂട്ടി ആസ് സഫിഷ്യൻറ്റ് എൻഡ് ലോസ് natural kindness and maybe the heart revealing intimacy that chooses right and never find a friend. തേർഡ് സ്റ്റാൻസയിൽ ഈ ഒരു പ്രയർ ഫോർ മൈ ഡോട്ടർ എന്ന് പറഞ്ഞ തേർഡ് സ്റ്റാൻസയിൽ അണ്ടർലൈൻ ചെയ്യണം, ഈറ്റ്സ് പ്രേ ഫോർ ഹിസ് ഡോട്ടർ ടു ബി ഗിഫ്റ്റഡ് വിത്ത് ബ്യൂട്ടി. പ്രാർത്ഥിക്കുകയാണ് തൻ്റെ മകൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്ത്? സൗന്ദര്യം. അതേസമയം എന്തും കൂടിയാണ് വേണ്ടത്? ഹി ഡസൻ വാണ്ട് ഹെർ ബ്യൂട്ടി ടു ഡിസ്ട്രാക്ട് ഓർ ടു ലീവ് ഹെർ ഡിപ്പെൻഡൻറ്റ് ഓൺ ബ്യൂട്ടി ഫോർ എവറിത്തിങ്. അപ്പോൾ ഒരു സൗന്ദര്യം കൊടുക്കണം, പക്ഷെ എപ്പോഴും ഒരു സൗന്ദര്യത്തെ ആശ്രയിച്ച് ആയിരിക്കരുത് അവരുടെ ജീവിതം. അല്ലെങ്കിൽ എപ്പോഴും അവൾ എല്ലാ കാര്യത്തിനും സൗന്ദര്യത്തെ ആശ്രയിക്കുക, അല്ലെങ്കിൽ ഒരു സൗന്ദര്യം കൊണ്ട് അവൾക്ക് ഡിസ്റ്റർബൻസ് വരിക, അതൊന്നും പാടില്ല എന്ന് ഇവിടെ ഈറ്റ്സ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പ്രാർത്ഥിക്കുന്നത്? ഫർദർ ഹി ഡസൻറ്റ് വാണ്ട് ഹെർ ടു ബിക്കം പ്രൗഡ് ഓർ വെയിൻ. അവൾക്കൊരു വല്ലാതൊരു അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നും പാടില്ല. ഷീ സ്പെൻഡ്സ് ഓൾ ദ ഡേ സ്റ്റാരിങ് അറ്റ് ദ മിറർ. തനിക്ക് സൗന്ദര്യം ഉണ്ട് എന്ന പേരും പറഞ്ഞ് എപ്പോഴും അവൾ കണ്ണാടി നോക്കുക, അഹങ്കരിക്കുക, അങ്ങനെയൊന്നും പാടില്ല. ആൻഡ് ഫെയിൽസ് ടു ഹാവ് നാച്ചുറൽ കമ്പാനിയൻഷിപ്പ്. അവൾക്ക് എപ്പോഴും പ്രകൃതിയുമായിട്ടല്ല ഫ്രണ്ട്സുമായിട്ടൊക്കെ കമ്പാനിയൻഷിപ്സ് വേണം. ഈ സൗന്ദര്യം അതിനൊരു തടസ്സമാവരുതെന്ന് പറയാണ്. ദ പോയിറ്റ് ഇംപ്ലൈസ് ദാറ്റ് ടു മച്ച് ബ്യൂട്ടി ഈസ് എ ഡേഞ്ചറസ് വൺ. പോയിറ്റ് പറയാണ് ഓവറായിട്ടുള്ള സൗന്ദര്യം അതൊരു അപകടമാണ്. ആൻഡ് ദാറ്റ് ഹി ഓൺലി വാണ്ട്സ് ഹെർ ടു ബി ബ്യൂട്ടിഫുൾ ഇനഫ് ടു സെക്യൂർ എ ഹസ്ബൻഡ്. ഒരു ഹസ്ബൻഡിന് കിട്ടാൻ അല്ലെങ്കിൽ മാരേജ് നടക്കാൻ പാകത്തിനുള്ളൊരു സൗന്ദര്യം അവൾക്ക് മതി എന്ന് പറയാണ്. സ്റ്റാൻസ 4 എന്താ പറയുന്നത്? ഹെലൻ ബീയിങ് ചൂസൺ ഫൗണ്ട് ലൈഫ് ഫ്ലാറ്റ് ആൻഡ് ഡൾ ആൻഡ് ലേറ്റർ ഹാഡ് മെയ്ഡ് ട്രബിൾ ഫ്രം എ ഫൂൾ വൈൽ ദാറ്റ് ഗ്രേറ്റ് ക്വീൻ ദാറ്റ് റോസ് ഔട്ട് ഓഫ് ദ സ്പ്രേ ബീയിങ് ഫാദർലെസ് കുഡ് ഹാവ് ഹെർ വേ യെറ്റ് ചൂസ് എ ബാൻഡി-ലെഗ്ഡ് സ്മിത്ത് ഫോർ മാൻ. It's certain that the fine women eat a crazy salad with their meat, whereby the horn of plenty is undone. സൗന്ദര്യത്തിലെ കാര്യത്തിൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീയായിരുന്നു ഹെലൻ എന്ന് പറയണം. അപ്പോൾ ഹെലനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹെലൻ്റെ സൗന്ദര്യം അവൾക്ക് തന്നെ ഒരു പ്രശ്നമായി. പിന്നെ അവൾ ചൂസ് ചെയ്ത ഹസ്ബൻഡ് അവൾക്ക് ഒരിക്കലും മാച്ചിങ് ആയിരുന്നില്ല. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദ സ്റ്റാൻസ 4 4ാമത്തെ സ്റ്റാൻസയിൽ പ്രയർ ഫോർ മൈ ഡോട്ടറിൽ ഈറ്റ്സ് പറയുന്നത് വ്യൂ ഓൺ ഹൗ എക്സസീവ് ബ്യൂട്ടി ഹാസ് ഓൾവേസ് ബീൻ എ സോഴ്സ് ഓഫ് ട്രബിൾ ആൻഡ് ഡിസ്ട്രക്ഷൻ. അണ്ടർലൈൻ ചെയ്യുക, ഓവറായിട്ടുള്ള സൗന്ദര്യം എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാക്കും, നാശം ഉണ്ടാക്കും എന്ന് പറയണം. അതിന് എക്സാമ്പിളായിട്ട് അദ്ദേഹം ഹെലനെയാണ് പറയുന്നത്. ഹെലൻ എവിടുത്തുകാരിയായിരുന്നു? ഗ്രീക്ക് മിത്തോളജി, ഗ്രീക്കിലൊരു പുരാണ കഥയിലെ ഒരു ലേഡിയായിരുന്നു ഒരു ഹെലൻ. കൺസിഡർ ടു ബി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഓൺ ദ എർത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആയിട്ടാണ് ഹെലനെ കണ്ടിരുന്നത്. ബ്രോട്ട് ദ ഡൂം അപ്പോൺ ഹെർ, പക്ഷെ അത് തന്നെ അവൾക്ക് നാശം കൊണ്ടുവന്നെന്ന് പറയാണ്. ആൻഡ് മെനി അതേഴ്സ്. ഇവിടെ ഹെലൻ്റെ ഇമേജ് കൊണ്ടുവരുന്നത് അനദർ ഫിഗർ ആയിട്ടുള്ള എഫ്രോഡൈറ്റിനും കൂടിയാണ്, ഹു റോസ് ഔട്ട് ഓഫ് ദ സ്പ്രേ. ദ യൂണിയൻ ഓഫ് ദ എഫ്രോഡൈറ്റ്സ് വിത്ത് ദ ഹെംഫാക്റ്റസ് ബാൻഡി-ലെഗ്ഡ് സ്മിത്ത് ബ്രിങ്സ് ടു ദ മൈൻഡ് മാഡ്ഗോൺ മാക്ബ്രൈഡ് എപ്പിസോഡ്. ഇവിടെ മാഡ്ഗോണിൻ്റെയും മാക്ബ്രൈഡിൻ്റെയും എപ്പിസോഡ്, ഇവർ രണ്ടുപേരും
എന്താ പറയുക, വേറെ രണ്ട് മാഡ്ഗോ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഹെലനെ പോലെ തന്നെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. മാക്ബ്രൈഡ് അവൾ വിവാഹം കഴിച്ച ഒരു ഹസ്ബൻഡാണ്. പക്ഷേ ഇവൾക്ക് സൗന്ദര്യം ഒരു ശാപമായി വന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. എന്നിട്ട് ലാസ്റ്റ് ഒരു മാക്ബ്രൈഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്യൂട്ടല്ലാത്ത ഒരാളെ മാരി ചെയ്യേണ്ടി വന്നു എന്ന് പറയാണ്. ഇറ്റ് മേക്സ് പോയിറ്റ് വണ്ടർ ഇഫ് ദ ബ്യൂട്ടിഫുൾ വിമൻ ഈറ്റ് സംതിങ് സ്റ്റുപ്പിഡ് ഫോർ സാലഡ് ദാറ്റ് മേക്ക് എ സ്റ്റുപ്പിഡ് ഡിസിഷൻ വിച്ച് ബ്രിങ്സ് മിസറി ഫോർ എവർ. അപ്പോൾ പറയാണ്, സുന്ദരിയായുള്ള സ്ത്രീകൾക്ക് എപ്പോഴും തീരുമാനങ്ങൾ തെറ്റിപ്പോവാം. ഒട്ടും മാച്ച് അല്ലാത്ത രീതിയിലുള്ള സാലഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സാലഡും കാര്യങ്ങളായിരിക്കും കഴിക്കാൻ കിട്ടുക എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒട്ടും മാച്ച് അല്ലാത്ത ഹസ്ബൻഡിനെ ആയിരിക്കും പല വർഷങ്ങൾ കൊണ്ട് അവർക്ക് ലാസ്റ്റ് ചൂസ് ചെയ്യേണ്ടി വരിക എന്നാണ്. ദ റിച്ച് ഹോൺ ഓഫ് പ്ലെൻറ്റി ഈസ് സജസ്റ്റീവ് ഓഫ് കോർട്ടിയസ് അരിസ്ട്രോക്രസി ആൻഡ് സെറിമണി ദാറ്റ് ഈസ് ലോസ്റ്റ് ബൈ ദോസ് വുമൺ ഹു ഹാവ് സ്റ്റുപ്പിഡ് ഡിസിഷൻസ്. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ത്രീകൾക്ക് എന്താ പറയുക, അരിസ്ട്രോക്രസി, സെറിമണി, അങ്ങനത്തെ എന്താ പറയുക, നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ഹൈനെസ് കാരണം ഒക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റാൻസ 5 പറയുന്നത്, ഇൻ ദ കോർട്ടസി ഐ വുഡ് ഹാവ് ചീഫ്ലി ലേൺഡ് ഹാർട്ട്സ് ആർ നോട്ട് ഹാഡ് ആസ് ഗിഫ്റ്റ് ബട്ട് ദ ഹാർട്ട്സ് ആർ ഏൺഡ് ബൈ ദോസ് ദാറ്റ് ആർ നോട്ട് എൻറ്റയർലി ബ്യൂട്ടിഫുൾ യെറ്റ് മെനി ദാറ്റ് ഹാവ് പ്ലേഡ് ദ ഫൂൾ. For beauty's very self had charm made wise, and many a poor man that has robbed, loved and thought himself beloved from a glad kindness cannot take his eyes. സെയിം മീനിങ് തന്നെയാണ് ഇവിടെയൊക്കെ വരുന്നത്. ഈ സ്റ്റാൻസ 5 പ്രേ ഫോർ മൈ ഡോട്ടറിൽ പോയിറ്റ് കണ്ടിന്യൂസ് വിത്ത് ദാറ്റ് ഹി വോണ്ട്സ് ഹിസ് ഡോട്ടർ ടു പൊസസ് മോർ ദാൻ മിയർ ബ്യൂട്ടി. പിന്നെ അതിനെ പറയുന്നത് സൗന്ദര്യത്തിനപ്പുറം തൻ്റെ മകൾക്ക് വേറെ കുറേ മൂല്യങ്ങൾ വേണമെന്ന് പറയാണ്. ഹി വോണ്ട്സ് ഹിസ് ഡോട്ടർ ടു ലേൺ ടു ബി കമ്പാഷനേറ്റ്. അണ്ടർലൈൻ ചെയ്യണട്ടോ, തൻ്റെ മകൾ ദയവുള്ളവളായിരിക്കണം, സഹജീവികളോട് ഇഷ്ടമുള്ളവളായിരിക്കണം. ആൻഡ് കൈൻഡ്, ദയവ് വേണം. മെനി ടൈംസ് മെൻ ഹു ബിലീവ് ടു ലവ് ആൻഡ് ലവ്ഡ് ബൈ ദ ബ്യൂട്ടിഫുൾ വിമൻ ഫേസ് ഡിസപ്പോയിൻറ്റഡ്. അതായത് വളരെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ പുരുഷന്മാർ സ്നേഹിക്കുമ്പോൾ ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ്, നിരാശകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. compared to those found in the modest is compassionate woman. Moreover, he says that modest and the courteous people attract hearts than those with beauty. അപ്പോൾ പോയിറ്റിൻ്റെ അഭിപ്രായത്തിൽ നല്ല സ്വഭാവമുള്ള ആളുകളെയാണ് കുറച്ചും കൂടെ അട്രാക്റ്റ് ചെയ്യുക, നല്ല സ്വഭാവമുള്ള ആളുകളെയാണ് മനുഷ്യർക്ക് ഇഷ്ടം ഉണ്ടാവുക സുന്ദരികളായ ആളുകളെക്കാളും എന്ന് പറയാണ്. റെഫറിങ് ടു ഹിസ് ഓൺ മാരേജ്, അദ്ദേഹത്തിൻ്റെ മാരേജ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാരേജ് ആദ്യം ഒരു ബ്യൂട്ടിഫുൾ ലേഡിയെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ ലേഡി അദ്ദേഹത്തെ ചതിച്ചു. അപ്പോൾ പിന്നീട് അദ്ദേഹം വിവാഹം കഴിച്ചതാണ് അദ്ദേഹത്തിൻ്റെ വൈഫിനെ. വൈഫ് വളരെ നല്ല ക്യാരക്ടറുള്ള ഒരു ലേഡിയായിരുന്നു. അപ്പോൾ അതാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഹി മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഹി വോണ്ട്സ് ഹിസ് ഡോട്ടർ ടു ബി ആൻ എഗ്രിയബിൾ യങ് വുമൺ ദാൻ ആൻ എറഗൻറ്റ് ബ്യൂട്ടി. അതായത് ആരെയും അനുസരിക്കാത്ത ഒരു മുരട സ്വഭാവമുള്ള ഒരു സൗന്ദര്യമുള്ള പെൺകുട്ടിയാവുന്നതിനേക്കാൾ അപ്പുറം നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരിയായി തൻ്റെ മകൾ വളരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സ്റ്റാൻസ 6 എന്തിൽ പറയുന്നത് എന്താ? മേ ഷീ ബിക്കം എ ഫ്ലറിഷിംഗ് ഹിഡിങ് ട്രീ ദാറ്റ് ഓൾ ഹെർ തോട്ട്സ് മേക്ക് ലൈക്ക് ദ ലിനറ്റ് ബി ആൻഡ് ഹാവ് നോ ബിസിനസ് ബട്ട് ഡിസ്പെൻസിങ് റൗണ്ട് ദെയർ magnanimities of sound, nor but in merriment begin a chase, nor but in a merriment a quarrel. Oh, may she live like some green laurel rooted in one dear perpetual place. സ്റ്റാൻസ 6 പ്രേ ഫോർ മൈ ഡോട്ടറിൽ ഈറ്റ്സ് കണ്ടിന്യൂസ് ടു ടോക്ക് അബൌട്ട് ഹിസ് ഹോപ്പ്, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെ കുറിച്ചിട്ട്. എക്സ്പെക്റ്റേഷൻസ് തന്നെ പ്രതീക്ഷകളാണ്, തൻ്റെ മകൾ ആരായി തീരണം, എങ്ങനെയായി തീരണം എന്നൊക്കെ. ആസ് ഷീ ഗ്രൂ അപ്പ്, വളരുമ്പോൾ ഷീ വോണ്ട്സ് ഹെർ ടു ബി ഹാപ്പി, അവളെപ്പോഴും സന്തോഷവതിയായിരിക്കണം. കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സംതൃപ്തി ഉണ്ടാവണം. ഹി വോണ്ട്സ് ഹെർ ടു ബിക്കം എ ഫ്ലറിഷിംഗ് ഹിഡൻ ട്രീ, അതായത് വളർന്ന് പന്തലിക്കുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു മരം ആവണം അവൾ. ആൻഡ് ഹെർ തോട്ട്സ്, അവളുടെ ചിന്തകൾ ലൈക്ക് എ ലിന്നറ്റ് പോലെ. ഇന്നസെൻസ് ഓഫ് ചിയർഫുൾനെസ്, അതായത് നിഷ്കളങ്കമായിരിക്കണം, സന്തോഷം ഉണ്ടായിരിക്കണം അവൾക്ക്. ലൈക്ക് എ ലിന്നറ്റ് ഹി വോണ്ട്സ് ഹെർ ടു ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഹെർ സെൽഫ്. ലിനറ്റ് പോലെ ഒരു ബേർഡാണത്, അവൾ പറന്നു പോകുന്ന ബേർഡ് പോലെ തന്നെ അവൾക്ക് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി ഉണ്ടായിരിക്കണം. ആൻഡ് ഇൻഫെക്റ്റ് അതേഴ്സ് വിത്ത് ഹെർ ഹാപ്പിനെസ്, അവൾ കാരണം മറ്റുള്ളവർക്കും സന്തോഷം ഉണ്ടാവണം. ഫർദർ ഹി വോണ്ട്സ് ഹെർ ടു ലീവ് ലൈക്ക് എ ലോറൽ റൂട്ടഡ് ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ്, ഒരു ലോറൽ പോലെ അവൾ വളരണം. ദ പോയറ്റ് റിവീൽസ് ഹിസ് വിഷ് ഫോർ ഹിസ് ഡോട്ടർ ടു ബി റൂട്ടഡ് ഇൻ ദ ട്രഡീഷൻ. അവൾ വളരേണ്ടത് എപ്പോഴും പാരമ്പര്യത്തിലാണ്, ട്രഡീഷനിലാണ് തൻ്റെ മകൾ. അതും കൂടെ അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. സ്റ്റാൻസ 7 പറയുന്നത് എന്താ? My mind, because the minds that I have loved, the sort of the beauty that I have approved prosper but little, had dried up of late, yet knows that to be choked with hate. May well be of all evil chances chief, if there's no hatred in a mind, assault and battery of the wind can never tear the linnet from the leaf.
അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ഈറ്റ്സ് കണ്ടിന്യൂ ചെയ്യാണ് ടു ടോക്ക് അബൌട്ട് സെൽഫ് കണ്ടൻറ്റഡ് വിമൻ ഇൻ ദ സ്റ്റാൻസ 7 ഓഫ് എ പ്രയർ ഫോർ മൈ ഡോട്ടർ. ഹി ബിലീവ്സ് ദാറ്റ്, അദ്ദേഹം വിശ്വസിക്കുന്നു, കൈൻഡ് ദയവുള്ളവൾ, സെൽഫ് കണ്ടെയ്ൻഡ് അതായത് സ്വയം പര്യാപ്തത, ട്രഡീഷണലി റൂട്ടഡ് പാരമ്പര്യമുള്ള വിമൻ ആർ ഇൻകറപ്റ്റിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, അവരൊരിക്കലും തെറ്റ് ചെയ്യില്ല, അഴിമതി ഉണ്ടായിരിക്കില്ല. പോയിറ്റ് കൺസിഡേർഡ് ഹേറ്റഡ് ടു ബി ദ കോസ് ഓഫ് എവിൾ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ശത്രുത വരുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലും നമുക്ക് ശത്രുത, അത് ഹേറ്റഡ് വൈരാഗ്യം വരുമ്പോൾ അതാണ് നമ്മുടെ എല്ലാ നാശത്തിനും കാരണം എന്നാണ്. ആൻഡ് പ്രീസ് ദാറ്റ് ഷീ ബി ലെഫ്റ്റ് ഓഫ് ദാറ്റ് ഇവിൾ, ആ ഒരു ഒരു തെറ്റ് തൻ്റെ മകൾ ചെയ്യാതിരിക്കട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഫർദർ ഹി ബിലീവ്സ് ദാറ്റ് എ സോൾ ഫ്രീ ഫ്രം ഹേറ്റഡ്, അവളുടെ ആത്മാവ് എപ്പോഴും വെറുപ്പുകളിൽ നിന്നും മാറി നിൽക്കട്ടെ. വിൽ പ്രിസർവ് ഇസ് ഇന്നസെൻസ്, അവൾക്ക് അവളുടെ നിഷ്കളങ്കത്വം എപ്പോഴും കാത്തു സൂക്ഷിക്കാനാവട്ടെ. ആൻഡ് ഹേറ്റഡ്, വെറുപ്പ് ഇല്ലാതിരിക്കട്ടെ. ജസ്റ്റ് ആസ് സ്റ്റോം ഔട്ട്സൈഡ് കാൺ ടിയർ ലീവ്സ് ഫ്രം ദ സ്റ്റഡി ട്രീസ് ടർമോയിൽ ആൻഡ് ദ വാർ കാൺ ബ്രേക്ക് എ സ്ട്രോങ് വുമൺ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു കാറ്റിന്, ഒരു പക്ഷേ പുറത്തുള്ളൊരു കാറ്റിന് ഇലകളെ പൊഴിക്കാനേ പറ്റുള്ളൂ, ഇലകളെ മുറിക്കാനായിട്ടോ അതിൻ്റെ പീസാക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ പുറത്തുള്ള ടർമോയിൽ, പ്രശ്നങ്ങൾ, യുദ്ധം, അതൊക്കെ തൻ്റെ മകളുടെ സ്ട്രെങ്ത്തിനെ നശിപ്പിക്കാതിരിക്കട്ടെ, തൻ്റെ മകൾ സ്ട്രോങ് ആയിട്ട് വളരട്ടെ. സ്റ്റാൻസ 8 എന്ന് പറയുന്നത് എന്താ, ആൻഡ് ഇൻ്റലക്ച്വൽ ഹേറ്റഡ് ഈസ് ദ വേഴ്സ്റ്റ്, അതായത് ബുദ്ധിപരമായിട്ടുള്ള ഒരു വെറുപ്പാണ് ഏറ്റവും നാശമായിട്ടുള്ളത്. സോ ലെറ്റ് ഹെർ തിങ്ക് ഒപ്പീനിയൻസ് ആർ എക്യൂസ്ഡ്. ഹാവ് ഐ നോട്ട് സീൻ ദ ലവ്ലിയസ്റ്റ് വുമൺ ബോൺ ഔട്ട് ഓഫ് ദ മൗത്ത് ഓഫ് പ്ലെൻറ്റീസ് ഹോൺ, ബിക്കോസ് ഓഫ് ഹെർ ഒപ്പീനിയൻ മൈൻഡ് ബട്ടർ ദാറ്റ് ഹോൺ ആൻഡ് എവരി ഗുഡ് ബൈ ക്വൈറ്റ് നേച്ചേഴ്സ് അണ്ടർസ്റ്റുഡ് ഫോർ ആൻ ഓൾഡ് ബെല്ലോസ് ഫൾ ഓഫ് ആംഗ്രി വിൻഡ്. അപ്പോൾ എന്താ സ്റ്റാൻസ 8 പ്രയർ ഫോർ മൈ ഡോട്ടറിൽ പോയിട്ട് എന്താ പറയുന്നത്, ഈ ഇമ്പോസ് ഹിസ് ഡോട്ടർ ടു ഷൻ പാഷൻ, അവൾക്ക് പാഷൻ വേണം. വൈൽഡ് ഫീലിങ്സ് ദാറ്റ് ഹീ കൺസിഡേർഡ് ആസ് ദ വീക്ക്നെസ് ഓഫ് ബ്യൂട്ടിഫുൾ വുമൺ. ഒരു ബ്യൂട്ടിഫുൾ വുമൺ ഒരുപാട് പാഷൻസ് ഉണ്ടായിരിക്കും, വൈൽഡ് അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടായിരിക്കണം, അതൊക്കെ ബ്യൂട്ടിഫുൾ വിമൻ്റെ വീക്ക്നെസ് ആയിരിക്കും. അതൊന്നും തൻ്റെ മകൾക്ക് ഉണ്ടാവരുത്. ഷീ മസ്റ്റ് ബി ടെമ്പറേറ്റ്, അവൾക്ക് ക്ഷമയുണ്ടായിരിക്കണം. ബിക്കോസ് പീപ്പിൾ ഹു ലവ് ഡീപ്ലി കുഡ് ഹേറ്റ് ഡീപ്ലി ടു, അതായത് ഒരുപാട് കൂടുതൽ സ്നേഹിക്കുന്നവർ വെറുക്കുമ്പോഴും അങ്ങനെയായിരിക്കും. അങ്ങനെ ആവരുത് തൻ്റെ മകൾ എന്ന് പറയുകയാണ്. ഹേറ്റ് ഡിസ്ട്രോയ്ഡ്സ് പീപ്പിൾ, അതായത് വെറുപ്പ് നാശം ഉണ്ടാക്കും മനുഷ്യനെന്നാണ്. ആൻഡ് മേക്സ് ദം ടു ക്രൂവൽ തിങ്സ്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോശം കാര്യങ്ങൾ, ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. എസ്പെഷ്യലി ദ ഇൻ്റലക്ച്വൽ ഹേറ്റ്രഡിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. വിച്ച് ഈസ് ദ വേഴ്സ്റ്റ് ഓഫ് ഓൾ കൈൻഡ്സ്, അതാണ് എല്ലാ കൈൻഡിലും മോശമായത്. ദ പോയറ്റ് റിഫ്ലക്ട്സ് അപ്പോൺ ഹിസ് ഇമോഷണൽ സ്റ്റേറ്റ്, മാനസികാവസ്ഥയാണ്. വെൻ മാഡ് ഗോൺ, അതായത് തൻ്റെ ലവറായിരുന്ന മാഡ് ഗോൺ അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫീലിംഗ് ആയിരുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാഡ് ഗോൺ എന്ന് പറയുന്ന സ്ത്രീ അദ്ദേഹം WECനെ ചതിച്ച് ജോൺ മാക്ബ്രൈഡിനെ വിവാഹം കഴിച്ചു എന്ന് പറയാണ്. ഹി വോൺസ് ഹിസ് ഡോട്ടർ ടു എക്സ്പീരിയൻസ് നൈദർ ഡിസപ്പോയിൻറ്റഡ് നോർ ഹേർട്ടഡ്, തൻ്റെ മകൾക്ക് ഒരിക്കലും നിരാശയോ വെറുപ്പോ ഉണ്ടാവരുത്. സ്റ്റാൻസ 9 എന്താ പറയുന്നത്, കൺസിഡറിങ് ദാറ്റ് ഓൾ ഹേറ്റഡ് ഡ്രൈവൻ ഹാൻസം ദ സോൾ റിക്കവേഴ്സ് റാഡിക്കൽ ഇന്നോസെൻസ് ആൻഡ് ലേൺസ് അറ്റ് ലാസ്റ്റ് ദാറ്റ് ദിസ് ഇസ് സെൽഫ് ഡിലൈറ്റിംഗ്, സെൽഫ് എപ്പീസിങ് ആൻഡ് സെൽഫ് afflicting, and that is own sweet will is heaven's will. She can though never face such scroll and every windy quarrel hall over or every bellows burst, he happy still. 9th stanzയിൽ കണ്ടിന്യൂ ചെയ്യാണ്. ഡിസ്ക്രൈബ് ഇമ്പാക്റ്റ് ഓഫ് ഹേറ്റഡ്, അതായത് വെറുപ്പ് എങ്ങനെ നാശം ഉണ്ടാക്കും. ആൻഡ് ബെനിഫിറ്റ് ഓഫ് സ്റ്റേയിങ് അവേ ഫ്രം ഹേറ്റഡ്, വെറുപ്പിൽ നിന്ന് മാറി നിന്നാൽ എത്ര നല്ലതാണ് ഇതിനെക്കുറിച്ചൊക്കെ. വൺസ് ഹേറ്റഡ് ഈസ് ഡ്രൈവൺ ഔട്ട്, വെറുപ്പ് അല്ലെങ്കിൽ ഒരാളോടുള്ള വൈരാഗ്യം അത് നമ്മൾ മാറ്റിക്കളഞ്ഞാൽ ദ സോൾ, ആത്മാവിനെ കുഡ് റിക്കവർ ഇറ്റ്സ് ഇന്നസെൻസ്, അതിൻ്റെ നിഷ്കളങ്കത തിരിച്ചെടുക്കാൻ പറ്റും. ദെൻ ദ സോൾ വുഡ് ബി ഫ്രീ, ആത്മാവ് ഫ്രീ ആയിരിക്കും. ടു എക്സ്പ്ലോർ, കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഈസ് സെൽഫ് ഡിലൈറ്റിംഗ്, നമുക്ക് സ്വയം സന്തോഷിക്കാൻ സാധിക്കും. സെൽഫ് എപ്പീസിങ്, സ്വയം പുകഴ്ത്താനായിട്ട് അല്ലെങ്കിൽ സ്വയം കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സെൽഫ് ഇഫ്രിഗേറ്റിംഗ്. അക്കോർഡിംഗ് ടു പോയിറ്റിൻ്റെ അഭിപ്രായത്തിൽ ഐഡിയൽ വുമൺ, നല്ലൊരു സ്ത്രീ, മോഡൽ ആയിട്ടുള്ളൊരു സ്ത്രീ, മേക്സ് എവരി വൺ ഹാപ്പി, എല്ലാവരെയും സന്തോഷവതി ആക്കും. ആൻഡ് കംഫർട്ടബിൾ ആക്കും. ഡിസ്പൈറ്റ് ഓൾ ദ സ്റ്റോംസ് ഓഫ് മിസ്ഫോർച്യൂൺസ് ദാറ്റ് കം ഇൻ ഹെർ വേ, എന്ത് പ്രശ്നങ്ങളെയും അവൾ തരണം ചെയ്യും. ഷീസ് എ സ്ട്രോങ്, അവൾ സ്ട്രോങ് ആയിരിക്കും. ഫോർ പീപ്പിൾ അറൗണ്ട് ഹെർ, അവൾ സ്ട്രോങ് ആണെന്ന് മാത്രമല്ല ചുറ്റുമുള്ളവർക്കും അവൾ സ്ട്രെങ്ത് പകരും. ആൻഡ് ഹെർ വിൽ വുഡ് ബി ദാറ്റ് ഓഫ് ഹെവൻസ്, സ്വർഗം പോലെയാക്കും. ഫോർ ഷീസ് എ ക്ലിയർ മൈൻഡ്, അവളുടെ മനസ്സ് എപ്പോഴും ക്ലിയർ ആയിരിക്കും. സ്റ്റാൻസ 10, അത് ലാസ്റ്റ് സ്റ്റാൻസയാണ്. ആൻഡ് മേ ഹെർ ബ്രൈഡ് ഗ്രൂം ബ്രിങ് ഹെർ ടു എ ഹൗസ് വെർ ഓൾ accustomed ceremonious, for the arrogance and hated are the ways pedal in the thoroughfares. How but in the custom and in the ceremony are the innocence and beauty horn. Ceremony is named for the rich horn and the custom for the spreading laurel tree. സ്റ്റാൻസയിൽ
ലാസ്റ്റ് സ്റ്റാൻസ് പ്രയർ ഫോർ ഡോട്ടറിൽ പോയിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വിഷ്, അതായത് അവസാനത്തെ ആഗ്രഹം തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഹി പ്രേസ്, അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ദാറ്റ് ഹിസ് ഡോട്ടർ, തൻ്റെ മകൾ, ടു ബി മാരീഡ് ടു എ ഗുഡ് ഹസ്ബൻഡ്, തൻ്റെ മകളെ വിവാഹം ചെയ്യുന്നവൻ ഒരു നല്ല ഭർത്താവായിരിക്കണം. ഹു ടേക്സ് കെയർ അവളെ ശ്രദ്ധിക്കണം. ടു ഹോം വിത്ത് അരിസ്ട്രോക്രാറ്റിക് വാല്യൂസ്, അയാൾക്ക് മൂല്യങ്ങളും പാരമ്പര്യങ്ങളും ഉണ്ടായിരിക്കണം. ദർ ഹി ബിലീവ്സ് നൈദർ എറഗൻസ്, അതായത് ഒരു എന്താ പറയുക ശാന്ത സ്വഭാവമാവണം. എറഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ മുരടനായ സ്വഭാവമായിരുന്നു. അല്ലെങ്കിൽ നോട്ട് ഹേറ്റഡ് ഓഫ് കോമൺ ഫോക്സ് വുഡ് ബി ഫൗണ്ട്, അതൊന്നും അവിടെ കാണാൻ പാടില്ല. ആ വീട്ടിൽ തൻ്റെ മകളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എന്ത് മാത്രമേ പാടുള്ളൂ, മൊറാലിറ്റി, നല്ല നല്ല മൂല്യങ്ങൾ, പ്യൂരിറ്റി, പരിശുദ്ധി മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഫർദർ ദ പോയിറ്റ് ഡസ് നോട്ട് വാണ്ട് ഹെർ ടു ലീവ് എ ഡിക്കേഡൻറ്റ് ലൈഫ്, വളരെ എന്താ പറയുക അടിമത്തുള്ള ഒരു ജീവിതം തൻ്റെ മകൾ നയിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഹി കൺക്ലൂഡ്സ് ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് ഹി ഡോട്ടർ വുഡ് ബി റൂട്ടഡ് ഇൻ സ്പിരിച്വൽ വാല്യൂസ്, എൻ്റെ മകളെപ്പോഴും ജീവിച്ചു ഇരിക്കേണ്ടതും സ്പിരിച്വൽ ആയിട്ടുള്ള നല്ല ദൈവികമായിട്ടുള്ള മൂല്യങ്ങളാണ്. ലൈക്ക് എ ലോറൽ ട്രീ. നമുക്കിതിൻ്റെ അനാലിസിസ് നോക്കാം. ഈ ഒരു പോയത്തിൽ സ്പീക്കർ WB ഈറ്റ്സ് തന്നെയാണ്, റീഡ് ആസ് ഈറ്റ്സ് ഹിംസെൽഫാണ്, പ്രേസ് ചെയ്യാണ് അബൌട്ട് ദ ടൈം ഓഫ് എങ്ങനത്തെ ഒരു യുവതിയായിട്ട്, എങ്ങനത്തെ ഒരു സ്ത്രീയായിട്ടാണ് തൻ്റെ മകൾ വളരേണ്ടത്. ഹി ഹോപ്സ് ഹിസ് ഡോട്ടർ വിൽ ബിക്കം, എങ്ങനെയാവണം, ആൻഡ് കൈൻഡ് ഓഫ് ലൈഫ്, എങ്ങനത്തെ ജീവിതമാണ് അവൾക്ക് വേണ്ടത്. ഓക്കെ, അറ്റ് ഹിസ് കോർ ദ പോയം എക്സ്പ്രസസ് എ ഫാദേഴ്സ് ഹാർട്ട് വിഷ്, സത്യം പറഞ്ഞ ഒരു അച്ഛൻ്റെ ഹൃദയം നിറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളാണ്. ഫോർ ഹിസ് ന്യൂ ബോൺ ഡോട്ടർ, തൻ്റെ മകൾ ജനിച്ചിട്ടുള്ളൂ, അപ്പോഴേക്ക് അദ്ദേഹം ഇതൊക്കെ ആഗ്രഹിക്കുകയാണ്. പ്രേയർ ഫോർ ഡോട്ടർ എന്ന് പറയുന്നത് ഒരു റിച്ച് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള റിഫ്ലക്ഷനാണ് ഓൺ ജോയ്സ് ആൻഡ് സ്ട്രഗിൾസ് ഓഫ് എ പാരൻറ്ഹുഡ്. സന്തോഷം ഉണ്ടാവും, എന്നാലും പാരൻറ്ഹുഡ്, പുതിയത് പാരൻസ് ആകുമ്പോൾ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരിക്കും. കാരണം അത്ര ആറിഷ് പ്രശ്നങ്ങൾ, പൊളിറ്റിക്സ് ഉണ്ട്, ഈറ്റ്സ് ഓൺ പാസ്റ്റ്, ഈറ്റ്സിൻ്റെ പാസ്റ്റ്, തൻ്റെ ലവർ തന്നെ ചതിച്ചത്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഈറ്റ്സിൻ്റെ ഒരു 10 സ്റ്റാൻസ പോയാണ് പ്രേയർ ഫോർ മൈ ഡോട്ടർ എന്ന് പറയുകയാണ്. ഹൗ ബെസ്റ്റ് ടു റേസ് ഹിസ് ഡോട്ടർ, എങ്ങനെ എത്ര നല്ല രീതിയിൽ തന്നെ മകളെ വളർത്താമെന്നുള്ളതാണ്. 1990 ദ വാർ വാസ്, നമുക്കറിയാം യുദ്ധം നടക്കുന്നു, ഫസ്റ്റ് വേൾഡ് വാർ ഒരു 1940 to 1918 ആണല്ലോ ഒന്നാം ലോക മഹായുദ്ധം. അപ്പോൾ ആ ഒരു കാലഘട്ടം. സോ ഹീ പോണ്ടേഴ്സ് ഹൗ ഷീ വിൽ സർവൈവ്, തൻ്റെ മകളെ എങ്ങനെ പിടിച്ചു നിൽക്കും ഈ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എന്നൊക്കെയാണ്. ഡിഫിക്കൽട്ട് ടൈംസ് ഐ ഹാഡ് ഇൻ പൊളിറ്റിക്കലി ടർബുലൻറ്റ് ടൈംസ്, ദ പോയം നോട്ട് ഓൺലി എക്സ്പ്രസ് ദ ഹെൽപ്ലെസ്നെസ് ഓഫ് ദ ഈച്ച് ആസ് എ ഫാദർ, തൻ്റെ അച്ഛനെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ മാത്രമല്ല ഇവിടെ കവിതയിൽ കാണുന്നത്, ബട്ട് ഓഫ് ഓൾ ഫാദേഴ്സ് ഹു ഹാഡ് ടു വാക്ക് ത്രൂ ദിസ് സിറ്റുവേഷൻ, എല്ലാ അച്ഛന്മാരും ഈ അവസ്ഥയിലൂടെ കടന്നു പോയിരിക്കുമെന്ന് പറയണം. ഹി വാണ്ട്സ് ഹിസ് ഡോട്ടർ ടു ഗീവ് ഹിസ് ഡോട്ടർ എ ലൈഫ് ഓഫ് ബ്യൂട്ടി, സൗന്ദര്യം നിറഞ്ഞൊരു ജീവിതം കൊടുക്കണം. ആൻഡ് ഇന്നൊസെൻസ്, നിഷ്കളങ്കമായ ജീവിതം കൊടുക്കണം. അവൾ സേഫ്റ്റി വേണം, അവൾക്ക് സെക്യൂരിറ്റി വേണം. ഹി ഫർദർ വാണ്ട്സ് ഹെർ ടു ബി വെൽ മാനേഡ്, നല്ല മാനറുള്ള മകളായിട്ട് വളരണം. ആൻഡ് ഫുൾ ഓഫ് ഹ്യൂമിലിറ്റി, മനുഷ്യത്വം വേണം. ഫ്രീ ഫ്രം ഇൻ്റലക്ച്വൽ ഹേറ്റഡ്, ആരോടും വെറുപ്പോ ശത്രുതയോ ഒന്നും അവൾക്ക് പാടില്ല. ഓക്കെ, ഫൈനലി ഹി വോണ്ട്സ് ഹെർ ടു ഗെറ്റ് മാരീഡ്, നല്ലൊരു അരിസ്ട്രോക്രാറ്റിക് ഫാമിലിയിലേക്ക്, നല്ലൊരു കുടുംബത്തിലേക്ക് അവളെ വിവാഹം ചെയ്ത് അയക്കണം. വിച്ച് ഈസ് റൂട്ടഡ്, ആ കുടുംബം എങ്ങനെയായിരിക്കണം, ട്രഡീഷണൽ വാല്യൂസും മൂല്യങ്ങളും സ്പിരിച്വാലിറ്റി ഉള്ളത് ഒന്നും ആയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ നട്ട്ഷെൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. പ്രേയർ ഫോർ ഡോട്ടർ എന്ന് പറയുന്നത് പോയിറ്റ്സിൻ്റെ ലവ്, കവിയുടെ സ്നേഹമാണ് കാണിക്കുന്നത് ആരോട്, തൻ്റെ മകളോട്. അതുപോലെ വണ്ടർഫുള്ളി പോർട്രേ ചെയ്യാണ് ഫാദറിൻ്റെ ടെൻഷൻ ഫോർ ഹിസ് ഡോട്ടർ വിച്ച് ബിക്കംസ് എ യൂണിവേഴ്സൽ എംബ്ലം ഓഫ് പാറ്റേണൽ ലവ്, ഒരു അച്ഛനുള്ള മകളോടുള്ള സ്നേഹമാണ് ഇവിടെ കാണുന്നത്. ദ പോയിറ്റ് കൺസേൺ ഹൗ ഷീ വിൽ സർവൈവ് എഗെയിൻസ്റ്റ് ദ വയലൻസ്, ഇവിടെ പോയിറ്റിന് ടെൻഷനാണ്. ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ, വയലൻസ് വരുമ്പോൾ തന്നെ മകൾ അതിനെ എങ്ങനെ പിടിച്ചു നിൽക്കും. ആൻഡ് അനാർക്കി ഓഫ് ദ മോഡേൺ വേൾഡ്, കാരണം മോഡേൺ വേൾഡിൽ അത്ര പ്രശ്നങ്ങളും വയലൻസ് ഒക്കെ ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. ദാറ്റ്സ് വൈ ഈറ്റ്സ് പ്രേ ഫോർ, അതുകൊണ്ടാണ് അച്ഛൻ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഷീ മസ്റ്റ് എംബഡി സം നോബിൾ ക്വാളിറ്റീസ്, നല്ല മൂല്യങ്ങളായിട്ട് അവൾ വളരട്ടെ എന്നും. ദാറ്റ് വിൽ അസിസ്റ്റ് ഹെർ ടു എൻകൗണ്ടർ, അത് അവൾക്കൊരു സഹായമാവട്ടെ ഹാർഷായിട്ടുള്ള റിയാലിറ്റീസിനെ ഫേസ് ചെയ്യുമ്പോൾ. ആൻഡ് ഫ്യൂച്ചർ അൺസർട്ടിനിറ്റി, അങ്ങനെ അവൾക്കൊരു കോൺഫിഡൻസ് കിട്ടട്ടെ, അങ്ങനെ അവൾ ഇൻഡിപെൻഡൻ്റ് ആവട്ടെ എന്ന് പറയാണ്. അവോയ്ഡിങ് ദ ഹേറ്റഡ്, ഈ ഒരു വെറുപ്പ് എന്നുള്ളൊരു സംഭവം, അല്ലെങ്കിൽ ആരോടെങ്കിലും ശത്രുത എന്നുള്ള സംഭവം അവോയ്ഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എറഗൻസ് ഇല്ലാതാക്കുമ്പോൾ, ഷീ ക്യാൻ കൾട്ടിവേറ്റ് ഗുഡ് വെർച്യൂസ്, അവളിലേക്ക് നല്ല മൂല്യങ്ങൾ വരും. അങ്ങനെ ട്രഡീഷൻസും കസ്റ്റംസും വരും. ആൻഡ് ബീങ് ഓപ്പൺ മൈൻഡഡ്, വിശാല മനസ്സാവട്ടെ, തുറന്ന മനസ്സാവട്ടെ അവളുടെ. ഷീ ക്യാൻ വിൻ ദ ലവ് ഓഫ് അതേഴ്സ്, അപ്പോൾ മറ്റുള്ളവരെ അവളെ സ്നേഹിക്കും. രാദർ ദാൻ ഹാവിങ് എ റാവിഷിംഗ് ബ്യൂട്ടി, അതായത് വെറുതെ ഒരു സൗന്ദര്യം മാത്രമല്ല അവൾക്ക് വേണ്ടത്. ഇന്നേ വേർഡ് ചുരുക്കി പറഞ്ഞാൽ ഈറ്റ്സ് ആഗ്രഹിക്കുകയാണ് ഫോർ ദ റീസ്റ്റോറേഷൻ ഓഫ് ഗ്രേസ് ആൻഡ് ഓർഡർ ഇൻ ബാറ്റഡ് സിവിലൈസേഷൻ. അയർലൻഡിലാണെങ്കിലും അവിടുത്തെ സംസ്കാരത്തിലാണെങ്കിലും നഷ്ടപ്പെട്ട പലതും തിരിച്ചു പിടിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം അയർലൻഡിൽ യുദ്ധം കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി, അതോടൊപ്പം തന്നെ പല മൂല്യങ്ങളും കൾച്ചറും ട്രഡീഷനും ഒക്കെ നഷ്ടപ്പെട്ടു. അതെല്ലാം തിരിച്ചു വരട്ടെ എന്നുള്ള ഒരു അർത്ഥം കൂടെ ഈ ഒരു കവിതയിലുണ്ട്. അപ്പോൾ റീക്യാപ്പ് നോക്കുകയാണെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്, പോയം റിവീൽ ചെയ്യുന്നത് സ്പീക്കർ, അതായത് WB ഈറ്റ്സിൻ്റെ ലവ് ആണ്.
തൻ്റെ മകൾ ജനിച്ചു മകളോടുള്ള സ്നേഹവും പ്രതീക്ഷകളുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പാറ്റേണൽ ലവ്, അതായത് ഒരു ഫാദറിൻ്റെ ലവ് ആണ്. ആൻഡ് ക്ലാസ് വാല്യൂ ആസ് എ തീം. 10 സ്റ്റാൻസകളാണുള്ളത്. ഫസ്റ്റ് സ്റ്റാൻസ സീസ് സ്പീക്കർ വ്യൂവിങ് ഡോട്ടർ ഇൻ ക്രാഡിൽ. മകൾ തൊട്ടിൽ കെടുക്കുന്നതാണ്. ഗ്രേറ്റ് സ്റ്റോം പുറത്ത് നടക്കുന്നുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞ കാറ്റാണെങ്കിലും മറ്റൊരു രീതിയിൽ അയർലാൻഡിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കലായുള്ള പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ സ്റ്റോമിൽ നിന്നും തൻ്റെ മകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഫിയറാണ് ആലോചിക്കുമ്പോൾ, പേടിയാണ്. ഹോസ്റ്റൽ വേൾഡിൽ തൻ്റെ മകൾ എന്ത് ചെയ്യുന്നു. ബ്യൂട്ടി, അതായത് സൗന്ദര്യം, ഓവറായിട്ടുള്ള സൗന്ദര്യം ഒരു ഡേഞ്ചറസ് ഗിഫ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പിന്നെ 2 മിത്തോളജിക്കൽ പുരാണ കഥയിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഹെലനെക്കുറിച്ചും എഫ്രോഡൈറ്റിനെ കുറിച്ചിട്ടും. വിമൻ ലൂസിങ് ഹോൺ ഓഫ് പ്ലെയിൻറ്റി. വോൺസ് ഹിസ് ഡോട്ടർ ടു ഡെവലപ്പ്. തൻ്റെ മകൾക്ക് നല്ല നല്ല മൂല്യങ്ങൾ വളർത്തിയെടുക്കണമെന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനത്തെ കൈൻഡ് ഓഫ് വുമൺ ആവണം? കൈൻഡായിട്ടുള്ള, അതായത് ദയവുള്ള ഒരു യങ് വുമൺ ആവണം തൻ്റെ മകൾ. അല്ലാതെ ഒരു എറഗൻ്റായിട്ടുള്ള ദേഷ്യക്കാരിയായിട്ടുള്ള ഒരു ബ്യൂട്ടി മാത്രം ആവരുതെന്ന്. തൻ്റെ മകൾക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, സ്വയം സംതൃപ്തി വേണം. അവൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം. ട്രഡീഷൻ വേണം. ഇൻകറപ്റ്റിബിൾ, അഴിമതി പാടില്ല. പിന്നെ അവൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഐഡിയൽ വുമൺ ആയിരിക്കണം. പാഷൻ ഓഫ് വൈൽഡ് ഫീലിങ്സ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് വരുന്നത്. പിന്നെ സ്റ്റേ എവേ ഫ്രം ദ, വെറുപ്പിൽ നിന്നും മറ്റുള്ളവർ മിസ്ഫോർച്യൂൺ, നിർഭാഗ്യങ്ങളിൽ നിന്നും അവൾ മാറി നിൽക്കട്ടെ. പിന്നെ നല്ലൊരു ഗുഡ് അരിസ്ട്രോക്രാറ്റിക് മാരേജ് അവൾക്ക് കിട്ടണം. ഫീലിങ്സ് ഓഫ് കോമൺ പീപ്പിൾ. ദെൻ സ്പിരിച്വൽ ഫൗണ്ടേഷൻ ഫോർ ലൈഫ്. അവളുടെ ലൈഫിന് എപ്പോഴും ഒരു സ്പിരിച്വാലിറ്റി, ഒരു ദൈവികത, ഒരു പാരമ്പര്യം, കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ WBS തൻ്റെ ഇപ്പോൾ ജനിച്ചിട്ടുള്ള മകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ ഒരു രീതിയിൽ മകൾക്ക് വേണ്ടി പ്രാർത്ഥനയാണെങ്കിലും മറ്റൊരു രീതിയിൽ അയർലാൻഡിന് നഷ്ടപ്പെട്ട നല്ല മൂല്യങ്ങളും സിവിലൈസേഷനൊക്കെ തിരിച്ചു കിട്ടട്ടെ എന്നുള്ളൊരർത്ഥം കൂടെ ഈ ഒരു കവിതയിൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് WBSൻ്റെ പ്രയർ ഫോർ മൈ ഡോട്ടർ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയമാണ്, പഠിക്കുക കേട്ടോ.